നമസ്കാരം. ശബരിമലയിലെ ആചാരങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, അതേപോലെ കണ്ടറിഞ്ഞിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് പ്രതീക്ഷിക്കാതെ FBയിൽ ഞാനൊരു വീഡിയോ കണ്ടു. പക്ഷെ ആ വീഡിയോ കണ്ടതിൽ എനിക്കെന്തോ ആ ഒരു ഗുരുസ്വാമി പറഞ്ഞതിനോട് അത്രമാത്രം യോജിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. നമ്മൾ മലയിറങ്ങി പമ്പയിൽ വന്നിട്ട് കുളിക്കാനോ കൈയും കാലും കഴുകാനോ പാടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മല കയറിയ പുണ്യം നമ്മളെ വീട്ടിലാണ് എത്തേണ്ടത്. വീട്ടിൽ ചെന്ന് നമ്മൾ തേങ്ങയടിച്ച് അവിടെ ചെന്നിട്ട് ഒരു ഇലക്കഷ്ണം എടുത്തിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയ ആ പ്രസാദം നമ്മൾ അകത്ത് വെച്ച് കൊടുത്ത് ഈ നമ്മളെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി ഈ പിതൃക്കളെ തൃപ്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് നമുക്ക് നീങ്ങാൻ പാടൂ. അതാണ് അതിൻ്റെ ഐതിഹ്യം. എന്നാലേ നമുക്ക് ഇത്രയും ദിവസം മാലയിട്ട് 41 വ്രതം എടുത്തിട്ട് നമ്മൾ മാലയിട്ട് പോയതിൻ്റെ ആ പുണ്യം നമ്മളെ പിതൃക്കൾക്കും കിട്ടി, നമ്മളെ വീടിനും കിട്ടി, നമ്മളെ കുടുംബത്തിനും കിട്ടി. അതാണ് അതിൻ്റെ ഐശ്വര്യം. നമ്മളെ വീട്ടിൽ നിന്നും തേങ്ങ അടിച്ച് പോരുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ പിതൃക്കളിൽ കൂടെ ഉണ്ടാകുന്ന പിതൃക്കൾക്ക് മോക്ഷം വരുത്തിയിട്ട് അവർ നമ്മൾ ഭഗവാന്റെ പൂങ്കാവനത്തിലേക്ക് അവരെ കടത്തിവിടുകയാണ്. പിന്നെ ബാക്കി ഭഗവാനാണ് നോക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഈ ഒരു സ്വാമി പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ എന്തായാലും അയ്യപ്പനെ കാണാനായിട്ട് മല ചവിട്ടുമ്പോൾ പമ്പയിൽ ഇറങ്ങി കുളിച്ചിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് പോയി നമ്മുടെ ഈ കെട്ടൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് പമ്പാതീരത്ത് വെച്ച് ആ നദിയിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് നമ്മുടെ സകല പാപങ്ങളും പമ്പയിൽ ഒഴുക്കിക്കളഞ്ഞു എന്നാണ് ഗുരുസ്വാമിയവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അനുഭവത്തിലും അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം പമ്പയിൽ നിന്ന് പോയി മലയൊക്കെ ചവിട്ടി അയ്യപ്പനെയും കണ്ട് അഭിഷേകമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സ്വാമിമാർ പമ്പയിൽ കുളിച്ചിട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്, കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ഗുരുസ്വാമി പറഞ്ഞ ഈ ഒരു കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതായത് അയ്യപ്പനെയും കണ്ട് വന്ന് പമ്പയിൽ കുളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പമ്പയിൽ നിന്നല്ല, ഒരു സ്ഥലത്ത് ചെന്നിട്ടും കുളിക്കാൻ പാടില്ല. നേരെ വീട്ടിൽ ചെന്നിട്ട് അയ്യപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയ നിവേദ്യമൊക്കെ അവിടെ വെച്ചതിന് ശേഷം പോയിട്ട് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു തീരുമാനം എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് തിക്കിലും തിരക്കിലും പെട്ടിട്ടൊക്കെയാണ് അയ്യപ്പനെയും കണ്ട് തിരിച്ചു വരുന്നത്. ആ സമയത്ത് ശരീര ശുദ്ധി വരുത്തിയിട്ട് വേണ്ടേ നമ്മൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ മനസ്സ് ശുദ്ധമായി പമ്പയിൽ കുളിച്ച് അയ്യപ്പനെയും കണ്ട് അഭിഷേകം കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമായി. അപ്പോൾ ശരീരം വൃത്തിയാക്കി പോകണ്ടെന്ന് ഒരിക്കലും അയ്യപ്പൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്? ഇതിപ്പോൾ നമ്മൾ പമ്പയിൽ കുളിച്ചില്ലെങ്കിൽ പോലും വീട്ടിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ അവർ ഏത് അമ്പലത്തിൽ നിന്നാണോ മുദ്ര ധരിച്ചത് ആ അമ്പലത്തിലെ ക്ഷേത്രക്കുളത്തിൽ പോയി ഒന്ന് മുങ്ങിക്കുളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടുന്ന് മുദ്ര അഴിച്ചു വെച്ചതിന് ശേഷം മാത്രമേ വീടുകളിലേക്ക് പോലും വരാറുള്ളൂ. അങ്ങനെയാണ് ചെയ്യാറ്. ഇതിപ്പോൾ ശബരിമലയുടെ അടുത്തുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ ശബരിമലയിലേക്ക് പോകുന്നത്. എത്ര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് പോലും ആൾക്കാർ വരുന്നുണ്ട്. അവർ അയ്യപ്പനെയും കണ്ട് തിരിച്ചു പോകുമ്പോൾ സ്വന്തം നാട്ടിലേക്ക് എത്തുമ്പോൾ 2-3 ദിവസം കഴിയും. ചില സമയത്ത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അത്രയും ദിവസം കുളിക്കാതെ ഇരിക്കാൻ പറ്റുമോ? എന്താ സത്യത്തിൽ ഈ ഒരു സ്വാമി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അയ്യപ്പനെ കുറിച്ച് തെറ്റായ പല പ്രചരണങ്ങളും നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സ്വാമി പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ മറുപടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.